ഹലോ, റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, വാഗ്ഭടാനന്ദൻ 1885 ജനിച്ചു. 1939 ഇദ്ദേഹം മരണപ്പെട്ടു. ജന്മസ്ഥലം പാട്യം, കണ്ണൂരിലെ പാട്യത്താണ് കേട്ടോ. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ പേര് കേട്ടോ. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. VK ഗുരുക്കൾ എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാലഗുരു എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദന്റെ ഗുരു. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ഇദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹം കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് കേട്ടോ. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. പ്രീതിഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദൻ 1927 കോഴിക്കോട് വെച്ചാണ് പ്രീതിഭോജനം നടത്തിയത് കേട്ടോ. പ്രീതിഭോജനം 1927 കോഴിക്കോട് വെച്ചാണ് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത് ആരെയാണ്? രാജാറാം മോഹൻ റായിനെയാണ് കേട്ടോ. രാജാറാം മോഹൻ റായിനെയാണ് വാഗ്ഭടാനന്ദൻ റോൾ മോഡൽ ആക്കിയത്. ഓക്കെ, പ്രധാന പ്രവർത്തന മേഖല വാഗ്ഭടാനന്ദന്റെ പ്രധാന പ്രവർത്തന മേഖല നോർത്ത് മലബാർ ആണ് കേട്ടോ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? വാഗ്ഭടാനന്ദനെയാണ് കേട്ടോ. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചു. ആര്? വാഗ്ഭടാനന്ദൻ. എപ്പോൾ? 1917 ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. അഭിനവ കേരളം എന്നത് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് കേട്ടോ. 1921 ഇത് പുറത്തിറക്കിയത്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതാണ്? അറിയാമോ? സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയിലാണ് ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ആര് വ്യക്തമാക്കിയത്? വാഗ്ഭടാനന്ദൻ വ്യക്തമാക്കിയിട്ടുള്ളത് കേട്ടോ. ഏത് കവിതയിലാണ്? സ്വതന്ത്ര ചിന്താമണി. ഓർത്തു വെക്കുക. ഇനി നമുക്ക് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശിവയോഗ വിലാസം 1914 പുറത്തിറക്കി. ആത്മവിദ്യാ കാഹളം ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദൻ അല്ലേ. 1929 പുറത്തിറക്കി. യജമാനൻ 1939 പുറത്തിറക്കി. അപ്പോൾ ഏതൊക്കെയാണ് വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട മാസികകൾ? ഏതൊക്കെയാണ്? ശിവയോഗ വിലാസം 1914, ആത്മവിദ്യാ കാഹളം 1929, യജമാനൻ 1939 കേട്ടോ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ആരാണ് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ആരാണ് പറഞ്ഞത്? വാഗ്ഭടാനന്ദന്റെ വാക്കുകളാണ് കേട്ടോ ഇത്. ഈ വാക്കുകളെല്ലാം ആത്മവിദ്യാ കാഹളം എന്ന മാസികയിലും അഭിനവ കേരളം എന്ന മാസികയിലും ഇദ്ദേഹം പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പരിണാമങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ കേട്ടോ. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പരിണാമങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അല്ലെങ്കിൽ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കണേ. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഓക്കെ, കോഴിക്കോടാണ് കേട്ടോ തത്വപ്രകാശിക ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആരാണ് സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. ആര്? വാഗ്ഭടാനന്ദൻ കേട്ടോ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിലാണ്
കർഷക സംഘടന സ്ഥാപിച്ചത്. പിൽക്കാലത്ത് ഈ ഒരു സംഘടന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത് കേട്ടോ. ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കർഷക സംഘടനയില്ലേ, ഇത് പിന്നീട് എന്തായി മാറി? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറി കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണിത്. ഏത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ കേട്ടോ. പണ്ട് നിലനിന്നിരുന്ന ഒരു ആചാരമാണ് ഇളനീരാട്ടം. ഇത് തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. എട്ടോമട്ട് അല്ലെങ്കിൽ ഏറ്റുമറ്റ് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. എട്ടോമറ്റ് അല്ലെങ്കിൽ ഏറ്റുമറ്റ് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കേട്ടോ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയതും വാഗ്ഭടാനന്ദനാണ് കേട്ടോ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി. അതുപോലെ തന്നെ ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചതും കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. ഇനി നമുക്ക് വാഗ്ഭടാനന്ദന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാർത്ഥനാഞ്ജലി, ആത്മവിദ്യ, മാനസ ചാബല്യം, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി. ഏതൊക്കെയാണ് കൃതികൾ? പ്രാർത്ഥനാഞ്ജലി, ആത്മവിദ്യ, മാനസ ചാബല്യം, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞ ഒരു ആശ്രമമാണ് കോഴിക്കോട്ടിലെ തത്വപ്രകാശിക ആശ്രമം അല്ലേ. ഈ ഒരു ആശ്രമം കോഴിക്കോടാണ് സ്ഥാപിച്ചിട്ടുള്ളത്, നമ്മൾ പഠിച്ചു. സംസ്കൃത വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച ഒരു ആശ്രമമായിരുന്നു തത്വപ്രകാശിക കേട്ടോ. അദ്ദേഹം മരണപ്പെട്ടതും ഈ ഒരു ആശ്രമത്തിൽ വെച്ച് തന്നെയാണ്. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 ഒക്ടോബർ 29-നാണ് കേട്ടോ. 1939 ഒക്ടോബർ 29-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഇതുകൂടെ ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. യഥാർത്ഥ പേരെന്താണ് വാഗ്ഭടാനന്ദൻ്റെ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് അല്ലേ. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. VK ഗുരുക്കൾ എന്നും ബാലഗുരു എന്നൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലേ. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയതും ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദൻ അല്ലേ. ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. വാക്ക് കൊടുത്ത് പ്രീതിപ്പെടുത്തി എന്ന് ഓർത്താൽ മതി. വാക്ക് കൊടുത്ത് വാഗ്ഭടാനന്ദൻ, പ്രീതിപ്പെടുത്തി പ്രീതിഭോജനം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. 1927 ഇത് നടന്നത്. പ്രീതിഭോജനം നടന്നത് എപ്പോഴാണ്? 1927. ഇദ്ദേഹം റോൾ മോഡൽ ആക്കിയത് ആരെയാണ്? രാജാറാം മോഹൻ റോയിനെയാണ് അല്ലേ. പ്രധാന പ്രവർത്തന മേഖല നോർത്ത് മലബാറാണ്. അതുപോലെ തന്നെ മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലേ. ആത്മവിദ്യാ സംഘം സംഘടിപ്പിച്ചത് അല്ലേ, സംഘടന സ്ഥാപിച്ചതൊക്കെ ഇദ്ദേഹമാണ്, നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വാക്ക് ഏതാണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇത് ഇങ്ങനെ ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലേ. അതുപോലെ തത്വപ്രകാശിക കോഴിക്കോട് ആണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ആശ്രമത്തിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെട്ടതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.